യു.എസിലെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ ജനങ്ങൾ ചരിത്രം രചിച്ചിരിക്കുന്നു. ന്യൂയോർക്കിൻ്റെ മേയറായി സൊഹ്റാൻ മംദാനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപിൻ്റെ കടുത്ത വിമർശകനാണ് മംദാനി. മംദാനിയുടെ വിജയം ട്രംപിന് വലിയ തിരിച്ചടിയാണ്. മംദാനിക്കെതിരെ വലിയ ഭീഷണി മുഴക്കിയിരുന്നു ട്രംപ്. മംദാനി വിജയിച്ചാൽ അത് ന്യൂയോർക്കിന് വലിയ വിപത്താകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. നഗരത്തിലേക്കുള്ള ഫെഡറൽ സഹായം നിലയ്ക്കുമെന്ന് പോലും ട്രംപ് വെല്ലുവിളിച്ചു. ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ന്യൂയോർക്കിലെ ജനത മംദാനിയെ മേയറായി തിരഞ്ഞെടുത്തത്. ട്രംപിൻ്റെ ഭ്രാന്തനാശയങ്ങളെ, നയങ്ങളെ നിരന്തരം വിമർശിക്കുന്ന മംദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ് ട്രംപ് വിളിച്ചത്. ആരാണ് സൊഹ്റാൻ മംദാനി? സൊഹ്റാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ്. ഇന്ത്യൻ വംശജയായ പ്രമുഖ സംവിധായിക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരനും അക്കാഡമിഷ്യനുമായ മഹമ്മൂദ് മംദാനിയുടെ മകനാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി. സലാം ബോംബെ, മൺസൂൺ വെഡിങ് തുടങ്ങിയ സിനിമകളുടെ സംവിധായികയാണ്. ഓസ്കാർ നോമിനി കൂടിയായ മീര നായർ. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് സൊഹ്റാൻ ജനിച്ചതും കുട്ടിക്കാലം ചെലവഴിച്ചതും. സൊഹ്റാൻ്റെ 7ാമത്തെ വയസ്സിലാണ് മംദാനി കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറിയത്. 2018 സൊഹ്റാന് അമേരിക്കൻ പൗരത്വം ലഭിച്ചത്. സിറിയൻ കലാകാരിയായ റാമ ദുവാജിയാണ് സൊഹ്റാൻ്റെ ഭാര്യ. ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയ ശേഷം സാമൂഹ്യ പ്രവർത്തകനായി സൊഹ്റാൻ ജോലി ചെയ്തു. റാപ്പറും എഴുത്തുകാരനുമായ സൊഹ്റാൻ സാധാരണക്കാരന് വേണ്ടിയുള്ള നിയമപോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുശ്രദ്ധയിലേക്ക് വന്നത്. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലെ ആദ്യത്തെ ഏഷ്യൻ ഉഗാണ്ടൻ വംശജനായ പ്രതിനിധിയാണ് സൊഹ്റാൻ. അസംബ്ലിയുടെ ചരിത്രത്തിലെ 3ാമത്തെ മുസ്ലിം ജനപ്രതിനിധിയുമാണ്. ന്യൂയോർക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വക്താവായാണ് സൊഹ്റാൻ രാഷ്ട്രീയത്തിൽ നിലകൊണ്ടത്. വിലക്കയറ്റവും ഉയർന്ന ജീവിത ചെലവും വാടകയും ഒക്കെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. നഗരത്തിലെ അതിസമ്പന്നരായ 1% അനുകൂലമായാണ് നിയമങ്ങളെല്ലാം രൂപീകരിക്കുന്നതെന്നും അതിൽ മാറ്റമുണ്ടാകണമെന്നും സൊഹ്റാൻ നിരന്തരം ആവശ്യപ്പെട്ടു. വൻകിട സമ്പന്നർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്ന വാദവും സൊഹ്റാൻ ഉയർത്തി. സൊഹ്റാൻ്റെ നിലപാടുകളിലൂടെ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും സാധാരണക്കാരായ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാൻ കഴിഞ്ഞു. തൊഴിലാളികൾക്കിടയിലും കുടിയേറ്റ ജനവിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനം നേടാൻ സൊഹ്റാന് കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ന്യൂയോർക്ക് സ്റ്റേറ്റ് മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. ലൈംഗികാരോപണത്തെ തുടർന്ന് 4 വർഷം മുമ്പ് ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച കുമോ ഇത്തവണ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു. സൊഹ്റാൻ മംദാനിക്കെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ആൻഡ്രൂ കുമോ ഉയർത്തിയത്. സൊഹ്റാൻ ഇസ്രായേൽ ജൂത വിരുദ്ധനാണെന്നായിരുന്നു കുമോയുടെ ആരോപണങ്ങളിലൊന്ന്. കോടിക്കണക്കിന് പണമൊഴുക്കി ഇൻ്റർനെറ്റ് പരസ്യങ്ങളും മറ്റും ചെയ്തായിരുന്നു കുമോയുടെ പ്രചാരണം. റാലികളും ഭവന സന്ദർശനങ്ങളും നടത്തിയും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുമായിരുന്നു സൊഹ്റാൻ ഇതിനെ പ്രതിരോധിച്ചത്. കുമോയുടെ പ്രചരണത്തിനായി വാൾസ്ട്രീറ്റിലെ വൻകിട കമ്പനികൾ കോടിക്കണക്കിന് ഡോളറുകൾ സംഭാവന ചെയ്തു. ഇസ്രായേൽ അനുകൂല ലോബിയിങ് ഗ്രൂപ്പായ AIPACയും സൊഹ്റാനെ തോൽപ്പിക്കാനായി ഏറെ പരിശ്രമിച്ചു. ജനങ്ങളിൽ നിന്ന് ചെറിയ തുകകൾ സംഭാവനയായി വാങ്ങിയാണ് സൊഹ്റാൻ്റെ സംഘം തെരഞ്ഞെടുപ്പിൽ സജീവമായത്. സൗജന്യ ബസ് സർവീസ്, വാടക വർദ്ധിപ്പിക്കുന്ന ഉടമകൾക്കെതിരെ കർശനമായ നടപടി, വീട്ടുവാടക നിയന്ത്രിക്കാനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള താമസ സ്ഥലങ്ങൾ, സർക്കാർ ഉടമസ്ഥതയിൽ വിലക്കുറവിലുള്ള പലചരക്ക് കടകൾ, 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ചൈൽഡ് കെയർ, ഇതെല്ലാമായിരുന്നു സൊഹ്റാൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. സാധാരണക്കാർക്ക് ജീവിക്കാവുന്ന ഒരു നഗരമായി ന്യൂയോർക്കിനെ മാറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ പ്രധാന വാചകം. ഈ ആരോപണങ്ങളെയും പണമൊഴുക്കിനെയുമെല്ലാം അതിജീവിച്ചാണ് സൊഹ്റാൻ ന്യൂയോർക്കിൻ്റെ മേയറായത്. ഏഷ്യൻ മുസ്ലിം യുവാവ് രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ മേയറാകുന്നത് വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ.